ഹലോ ഫ്രണ്ട്സ്, വെൽക്കം ടു ഓഫർ ഓഹരി. നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് ക്രൂഡ് ഓയിൽ ട്രേഡിങ്ങിനെ പറ്റിയാണ്. അപ്പോൾ നമ്മുടെ പബ്ലിക് ടെലിഗ്രാം ചാനലിൽ നമ്മൾ കുറച്ച് ദിവസമായിട്ട് ക്രൂഡ് ഓയിലിൻ്റെ ലെവൽസ് ഇങ്ങനെ പോസ്റ്റ് ചെയ്യാറുണ്ട്. അപ്പോൾ ഈ ലെവൽസ് വെച്ച് എങ്ങനെയാണ് നമ്മൾ ട്രേഡ് ചെയ്യാമെന്നാണ് നമ്മൾ ഇന്നത്തെ വീഡിയോയിൽ നോക്കാൻ പോകുന്നത്. അപ്പോൾ ഈ ചാനൽ ഇതുവരെ ജോയിൻ ചെയ്തിട്ടില്ലെങ്കിൽ, നിങ്ങൾക്ക് ജോയിൻ ചെയ്യാൻ താല്പര്യം ഉണ്ടെങ്കിൽ ഈ വീഡിയോയുടെ ഡിസ്ക്രിപ്ഷനിൽ നമ്മൾ ലിങ്ക് കൊടുത്തിട്ടുണ്ട്. ആ ലിങ്ക് ക്ലിക്ക് ചെയ്ത് നിങ്ങൾക്ക് ചാനൽ ജോയിൻ ചെയ്യാവുന്നതാണ്. ഇത് നമുക്ക് കഴിഞ്ഞ ദിവസത്തെ ക്രൂഡ് ഓയിലിൻ്റെ പെർഫോമൻസ് നോക്കാം. അത് 19 നവംബറിൽ ക്രൂഡ് ഓയിൽ 5300 കോൾ ഓപ്ഷൻ്റെ ലെവൽസ് എന്ന് പറഞ്ഞാൽ 187, 182ആണ്. അപ്പോൾ നമ്മൾ ചെയ്യേണ്ടത് 5300 സ്ട്രൈക്ക് ചാർട്ട് ഓപ്പൺ ചെയ്യാം. അതിനുശേഷം 187, 182 മാർക്ക് ചെയ്യാം. ഇപ്പോൾ ഞാനിവിടെ ഓൾറെഡി 187, 182 മാർക്ക് ചെയ്തിട്ടുണ്ട്. അപ്പോൾ മാർക്കറ്റ് കാലത്ത് ഓപ്പൺ ചെയ്ത് ഈ ഒരു ലെവലിലാണ്. നമ്മുടെ ലെവൽസ് എന്ന് പറഞ്ഞാൽ 187, 182ആണ്. അപ്പോൾ നമ്മളൊന്ന് ജസ്റ്റ് ഒന്ന് വെയിറ്റ് ചെയ്യാം. അപ്പോൾ സാധാരണയായിട്ട് മോർണിംഗ് ടൈമിൽ വലിയ മൂവ്മെൻറ്റ് MCXൽ വരാറില്ല. ഒരു ആഫ്റ്റർനൂൺ സമയത്താണ് മൂവ്മെൻറ്റ് വരിക. അതായത് ഈവനിങ് ടൈമിലൊക്കെ നല്ലൊരു മൂവ്മെൻറ്റ് കിട്ടാറുണ്ട്. അപ്പോൾ മോർണിംഗിൽ സൈഡ് വൈസ് ഇതേപോലെ വലിയ മൂവ്മെൻറ്റ് ഉണ്ടാവില്ല. അപ്പോൾ ഉച്ച കഴിഞ്ഞതിന് ശേഷം ഈ ലെവൽസ് നോക്കുന്നതായിരിക്കും കൂടുതൽ നല്ലത്. അപ്പോൾ നമുക്കിവിടെ കാണാൻ സാധിക്കും, നമുക്കൊരു ഏകദേശം ഒരു 5:30 കഴിഞ്ഞപ്പോൾ നമ്മുടെ ലെവൽസ് ബ്രേക്ക് ചെയ്തു. ഓക്കെ, ഇപ്പോൾ ഇവിടെ നമുക്കിപ്പോൾ 187, 182ആണ്. അപ്പോൾ നമുക്കിവിടെ ജസ്റ്റ് ഒന്ന് മാർക്കറ്റ് ഇവിടെ ബ്രേക്ക് ചെയ്ത് തിരിച്ച് കയറായിരുന്നെങ്കിൽ, അതായത് 5 മിനിറ്റ് ഗ്രീൻ ക്യാനിൽ ഇതിന് മുകളിൽ ക്ലോസ് ചെയ്യുകയാണെങ്കിൽ, അതായത് ബ്രേക്ക് ചെയ്ത് ഇതിന് മുകളിൽ വീണ്ടും ക്ലോസ് ചെയ്യുകയാണെങ്കിൽ നമുക്ക് ബൈ എടുക്കാം. കാരണം അത് അപ്സൈഡ് പോകാൻ ചാൻസ് കൂടുതലാണ്. പക്ഷേ ഇവിടെ നമുക്ക് കാണാൻ സാധിക്കും മാർക്കറ്റ് ഡയറക്റ്റായിട്ട് ആ ഒരു ലെവൽ ബ്രേക്ക് ചെയ്ത് 5 മിനിറ്റ് ക്യാനിൽ താഴെ ക്ലോസ് ചെയ്തു. നിങ്ങളൊരു ഓപ്ഷൻ സെല്ലറൊക്കെ ആണെങ്കിൽ നിങ്ങൾക്ക് ഇവിടെ സെല്ല് ചെയ്യാവുന്നതാണ്. ഇവിടെ സെല്ല് ചെയ്തിട്ട് നമ്മൾ ഈ തൊട്ട് മുകളിലുള്ള ക്യാൻഡലിൻ്റെ ഹൈക്ക് മുകളിൽ സ്റ്റോപ്പ് ലോസ് ഇട്ടാൽ മതി. ഓക്കെ, അപ്പോൾ നല്ല രീതിയിൽ താഴേക്ക് വന്നിട്ടുണ്ട്. ഇനി നമുക്ക് ഇതിപ്പോൾ കോൾ ഓപ്ഷനാണ്. ഇനി പുട്ട് ഓപ്ഷൻ നോക്കാം. അപ്പോൾ പുട്ട് ഓപ്ഷൻ ലെവൽസ് എന്ന് പറഞ്ഞാൽ 177, 174ആണ്. അപ്പോൾ ഈ ലെവൽസ് നമ്മൾ ചാർട്ടിൽ മാർക്ക് ചെയ്യാം. 177, 174. ഇപ്പോൾ മാർക്കറ്റ് ഇവിടെയാണ് ഓപ്പൺ ചെയ്തത്, ഒരു ഏരിയയിൽ ഓപ്പൺ ചെയ്തു. അപ്പോൾ ആ കാലത്ത് നമുക്ക് കാണാൻ സാധിക്കും മാർക്കറ്റ് ഒരു സൈഡ് വൈസ് ആയിരുന്നു. ഇതൊരു 5 മണിക്ക് ശേഷം ഉണ്ടോ നമുക്ക് കാണാൻ സാധിക്കും 5 മിനിറ്റ് ഗ്രീൻ ക്യാനിൽ 177 ലെവൽ ബ്രേക്ക് ചെയ്തു. നിങ്ങളൊരു ഓപ്ഷൻ ബയറൊക്കെ ആണെങ്കിൽ നമുക്ക് ഇവിടുന്ന് ബൈ എടുക്കാവുന്നതാണ്. ഇവിടുന്ന് ബൈ എടുത്ത് ഈ ലെവലിന് താഴെയായിട്ട് നമുക്ക് സ്റ്റോപ്പ് ലോസ് കാണാവുന്നതാണ്. കേട്ടോ, ആ ലെവലിൽ നിന്ന് നല്ല രീതിയിൽ മാർക്കറ്റ് അപ്സൈഡ് പോയിട്ടുണ്ടായിരുന്നു. ഏകദേശം 35% മുകളിൽ അപ്സൈഡ് പോയിട്ടുണ്ടായിരുന്നു. അതായത് 64 പോയിൻറ്റ്സിന് മുകളിൽ. ഓക്കെ, അപ്പോൾ നമ്മൾ ജസ്റ്റ് ഒരു 10-20 പോയിൻറ്റ്സൊക്കെ ആകുമ്പോൾ നമുക്ക് എക്സിറ്റ് ചെയ്യാവുന്നതാണ്. അതല്ലെങ്കിൽ നമുക്ക് സ്റ്റോപ്പ് ലോസ് ട്രെയിൽ ചെയ്ത് പോയാലും മതി. അപ്പോൾ ഇങ്ങനെയാണ് ഈ ഒരു ലെവൽസ് വെച്ചിട്ട് നമ്മൾ ട്രേഡ് ചെയ്യുന്നത്. അപ്പോൾ ഇത് ക്രൂഡ് ഓയിലിൻ്റെ ഓപ്ഷൻ ലെവൽസ് ആണ്. അപ്പോൾ നിങ്ങളും ജസ്റ്റ് ട്രൈ ചെയ്ത് നോക്കാം. അപ്പോൾ നമ്മൾ ഒരു തരത്തിലുള്ള ഇൻഡിക്കേറ്റേഴ്സും യൂസ് ചെയ്യുന്നില്ല, ജസ്റ്റ് ആ ബ്രേക്കൗട്ടാണ്. അതായത് നമ്മൾ ബ്രേക്കൗട്ടിൽ തന്നെ എൻട്രി എടുക്കുന്നില്ല. അതായത് ഇപ്പോൾ 5300 കോൾ ഓപ്ഷനിൽ ഇപ്പോൾ 187 ആണെങ്കിൽ നമ്മൾ 187 മുകളിൽ ബൈ അല്ല, ആ ഒരു 187 ടച്ച് ചെയ്ത് അതിന് മുകളിൽ 5 മിനിറ്റ് ഗ്രീൻ ക്യാനിൽ ക്ലോസ് ചെയ്താൽ മാത്രമാണ് നമുക്ക് എൻട്രി ഉള്ളത്. ഓക്കെ, ഇപ്പോൾ നമുക്ക് 5300 പുട്ട് ഓപ്ഷൻ 177 ആണ് കൊടുത്തിരുന്നത്. മാർക്കറ്റ് ഓപ്പൺ ചെയ്ത് ആ ലെവൽസിന് താഴെയാണ്. അപ്പോൾ നമ്മൾ 177 മുകളിൽ സ്റ്റോപ്പ് ലോസ് ബൈ ഓർഡർ ഒന്നും ഇട്ട് വയ്ക്കരുത്. നമ്മൾ ജസ്റ്റ് ഈ ലെവൽ ബ്രേക്കൗട്ട് ചെയ്യണം നോക്കണം. 177 ബ്രേക്കൗട്ട് ചെയ്ത് ഇതേപോലെ 5 മിനിറ്റ് ഗ്രീൻ ക്യാനിൽ നല്ല രീതിയിൽ ക്ലോസ് ചെയ്യുകയാണെങ്കിൽ മാത്രം നമുക്ക് അവിടെ നിന്ന് എൻട്രി ഉള്ളൂ. അപ്പോൾ ഈ ഒരു സെയിം കൺസെപ്റ്റ് തന്നെയാണ് നമ്മൾ ബാക്കി ലെവൽസിലും യൂസ് ചെയ്യുന്നത്. അതായത് 5 മിനിറ്റിൻ്റെ ഗ്രീൻ ക്യാനിൽ മുകളിൽ ക്ലോസ് ചെയ്തിട്ടുണ്ടെങ്കിൽ നമുക്ക് അവിടെ നിന്ന് ബൈയിലേക്ക് പോകാം. താഴെയാണ് ക്ലോസ് ചെയ്യണമെങ്കിൽ നമുക്ക് അവിടെ നിന്ന് സെല്ലിലേക്ക് പോകാം. ഓക്കെ, അപ്പോൾ കുറച്ച് ദിവസങ്ങളിൽ ജസ്റ്റ് ഒന്ന് വാച്ച് ചെയ്ത് നോക്കാം, അത് പേപ്പർ ട്രേഡ് ചെയ്ത് നോക്കാം. നിങ്ങൾക്കത് വർക്കിംഗ് ആണെങ്കിൽ മാത്രം ഫോളോ ചെയ്യാം. ഓക്കെ, അപ്പോൾ ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു. ഇനി നിങ്ങൾക്ക് എന്തെങ്കിലും ഡൗട്ട്സ് ഒക്കെ ഉണ്ടെങ്കിൽ ഈ കാണുന്ന വാട്സപ്പ് നമ്പറിലേക്ക് എനിക്കൊന്ന് മെസ്സേജ് ചെയ്താൽ മതി. അതുപോലെ തന്നെ നിങ്ങൾ ഈ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. ഒരുപാട് നല്ല സ്ട്രാറ്റജീസ് വീഡിയോസ് ഞാൻ ചാനലിൽ അപ്ലോഡ് ചെയ്യുന്നതാണ്. അപ്പോൾ മറ്റൊരു വീഡിയോയുമായി ഞാൻ വീണ്ടും അടുത്ത ദിവസം വരാം. അതുവരെ നന്ദി, നമസ്കാരം.